വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. എഫ്രായിം മലനാട്ടിലുള്ള ഏത് വ്യക്തിയെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത്? മിക്ക. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ മിക്ക ആരോടാണ് സംസാരിക്കുന്നത്? അമ്മയോട്. മിക്ക എത്ര വെള്ളി നാണയമാണ് അമ്മയ്ക്ക് തിരികെ കൊടുത്തത്? 1100. മിക്ക അമ്മയെ ഏൽപ്പിച്ച പണത്തിൽ നിന്ന് 200 വെള്ളി നാണയം അമ്മ ആരെയാണ് ഏൽപ്പിച്ചത്? തട്ടാനെ. താമസിക്കാൻ ഒരു സ്ഥലം തേടി മിക്കയുടെ ഭവനത്തിൽ എത്തിയ യുവാവ് ഏത് ദേശക്കാരനായിരുന്നു? ബെത്ലഹേം. മിക്ക ആരെയാണ് ആദ്യം പുരോഹിതനായി അവരോധിച്ചത്? തൻ്റെ പുത്രനെ. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 13. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ദാൻ ലായിഷ് പിടിക്കുന്നു. അക്കാലത്ത് എവിടെ രാജാവില്ലായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ 18:1 പറയുന്നത്? ഇസ്രായേലിൽ. ന്യായാധിപന്മാർ 18:11 ആരാണ് സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും പുറപ്പെടുന്നത്? ആയുധധാരികൾ. ന്യായാധിപന്മാർ 18:11 പുറപ്പെടുന്ന ആയുധധാരികൾ ഏത് ഗോത്രക്കാരാണ്? ദാൻ. ദാൻ ഗോത്രത്തിലെ ആയുധധാരികൾ യൂദായിൽ എവിടെ ചെന്നാണ് പാളയമടിച്ചത്? കിരിയാത്ത് യെയാറിമിൽ. ദാൻ ഗോത്രത്തിലെ ആയുധധാരികൾ പാളയമടിച്ച സ്ഥലം പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മഹാനേദാൻ. മഹാനേദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ദാനിൻ്റെ പാളയം. നീ ഞങ്ങൾക്ക് എന്തൊക്കെ ആയിരിക്കുക എന്നതാണ് 5 പേർ യുവലേവ്യനോട് പറഞ്ഞത്? പിതാവും പുരോഹിതനും. പുരോഹിതൻ മിക്കായുടെ ഭവനത്തിൽ നിന്ന് എന്തൊക്കെ എടുത്തുകൊണ്ടാണ് അവരോടൊപ്പം പോയത്? എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും. എവിടെയാണ് ലായിഷ് സ്ഥിതി ചെയ്തിരുന്നത്? ബെത്‌റഹോബിലുള്ള താഴ്വരയിൽ. ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൻ്റെ ശീർഷകം ഗിബെയക്കാരുടെ മ്ലേച്ഛത. ജെറുസലേമിൻ്റെ മറ്റൊരു പേര്? ജബൂസ്. ന്യായാധിപന്മാർ 19:1 പറയുന്ന ലേവ്യൻ ഏത് ദേശക്കാരനായിരുന്നു? എഫ്രായിം മലനാട്ടുകാരൻ. ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ? 30. ഇസ്രായേൽ എവിടെ നിന്ന് വന്നതിനു ശേഷമെന്നാണ് ന്യായാധിപന്മാർ 19:30 പറയുന്നത്? ഈജിപ്തിൽ നിന്ന്.